ഹലോ എവരി വൺ, വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക് ജെയിംസ്. നമ്മൾ പലരും ഒത്തിരി സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്ന ആളുകളാണ് അല്ലേ? അപ്പൊ പലപ്പോഴും വീട്ടിലുള്ള കാരണവന്മാരോ അല്ലെ വീട്ടിലുള്ളവരോ നമ്മളോട് പറയാറുണ്ട്, എന്ത് എടാ ഇന്ന നാട്ടിലേക്ക് പോകണം, പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, അവിടെ വെള്ളത്തിന് എന്താ പറയാ, വെള്ളം വെള്ളം കുടിക്കാൻ കിട്ടാണ്ട് ചത്തു പോകണ്ടെങ്കിൽ നീ വെള്ളത്തെ കുറിച്ച് പഠിച്ചോ. അതേപോലെ ഭക്ഷണം കഴിക്കണത് എങ്ങനെയാ, അതെങ്ങനെയാ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ് നമ്മൾ പലരെല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്തരത്തിൽ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് വരാം, കമോൺ. അപ്പോൾ നമ്മൾ വേവ് ഫ്ലാഗൻ എന്നുള്ളൊരു ടോപ്പിക്കിലാണ് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അതായത് വേവ് ഫ്ലാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WH ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേവ് ഫ്ലാഗൻസ് അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഫസ്റ്റ് വൺ, വേയ. വേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ എന്നാണ് പറയാം. ഹൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിൽ ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളൊരു മലയാളത്തിൽ അറിയാവുന്ന ഒരു വേർഡാണ് താങ്കൾ ആരാണ് നമ്മൾ ചോദിക്കും. പരിചയമില്ലാത്ത ആളുകളെ കയറി നമ്മൾ നീ എന്ന് വിളിക്കില്ല. എന്താ വിളിക്കുക? നമ്മൾ വിളിക്കുന്നത് താങ്കൾ എന്നായിരിക്കും. അപ്പോൾ ജർമ്മൻ ഭാഷയിൽ എന്തുണ്ട്? താങ്കളും ഉണ്ട്, നീയും ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് അറിയണ്ടേ? താങ്കൾ എന്ന് പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് സി എന്ന് പറയുന്ന ഒരു വേർഡാണ്. നീ എന്ന് പറയാൻ ദു എന്ന് പറയുന്ന ഒരു വേർഡാണ് അവർ ഉപയോഗിക്കുക. അപ്പൊ ഇത് ഒരുമിച്ചൊരു ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ അവരിങ്ങനെയാ ചോദിക്കുക, വേർ സിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ആരാണ് എന്ന് ചോദിക്കാനായിട്ട് വരുന്നതാണ്. നമ്മൾ എന്തായാലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആദ്യം ഒരാളെ പരിചയപ്പെടുമ്പോൾ ഹു ആർ യു എന്ന് ചോദിക്കും അല്ലെ, നിങ്ങളുടെ പേരെന്താ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? വേർ സിൻ സി എന്ന് പറയുന്ന ഒരു ചോദ്യം നമുക്ക് ഉപയോഗിക്കാം. ഇതിന് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? വേർ ബിസ്റ്റ് ടു എന്നുള്ള ചോദ്യമാണ് നമ്മൾ സാധാരണ ചോദിക്കുക. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോർമലും ഇൻഫോർമലും ഉണ്ട്. പരിചയമില്ലാത്തവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും, പ്രത്യേകിച്ച് ജർമ്മനിയിൽ, ഫോർമൽ ഉപയോഗിച്ച് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി രണ്ടാമത്തത് നോക്കാം, വസ്. വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് ഇതിനെ പറയാ. നമ്മുടെ നാട്ടിൽ ഇതിനെ പല രീതിയിൽ പറയും. എന്താ പറയാ? ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ തൃശ്ശൂരുകാര് എന്തുട്ടാന്ന് പറയും, ട്രിവാൻഡ്രംകാർ എന്ത് പറയും? എന്തിര് പറയും. ഓക്കെ, കോട്ടയത്ത് ചെല്ലുമ്പോൾ എന്തുവാ എന്ന് പറയും. ക്ലിയർ? അതുപോലെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എന്തിനെ പറയണത്. പക്ഷെ ജർമ്മനിയിൽ പറയണത് വസ് എന്നാണ്. എന്താ പറയാ? വസ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളതാണ്. അപ്പം എന്ത് എന്നുള്ളത് ചോദിക്കുന്നു, വസ് മഹൻ സി. വസ് മഹൻ സി എന്നാണ് ചോദിക്കുന്നത്. അപ്പോ താങ്കൾ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഇൻഫോർമൽ ആയിട്ട് ചോദിക്കുമ്പോൾ വസ് മാക്സ് ടു എന്ന് ചോദിക്കാം. നീ എന്ത് ചെയ്യുന്നു? ഈ ചോദ്യത്തിന്റെ മീനിങ് ഇങ്ങനെ വരാം, താങ്കൾ എന്ത് ചെയ്യുന്നു. നമ്മുടെ പ്രൊഫഷൻ പറയാനായിട്ട് ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരും. ഇനിയിപ്പോ പെട്ടെന്ന് താങ്കൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാനായിട്ടും നമുക്കത് ഉപയോഗിക്കാം. അത് കോണ്ടസ്റ്റിൽ രണ്ട് മീനിങ്ങിലേക്ക് അതിനെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ തേർഡ് വൺ, വോ എന്നുള്ളതാണ്. വോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നുള്ളതാണ്. ക്ലിയർ? പലപ്പോഴും നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും ഇതെവിടെയാ, അതെവിടെയാ, ഈ സ്ഥലം എവിടെയാ, ഈ സ്ഥലം എവിടെയാ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഈ വോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നുള്ളതാണ്. അവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? എവിടെ താമസിക്കുന്നു? അപ്പൊ എന്താണ്? വോ വോനൻ സി, താങ്കൾ വെച്ച് പറയുന്നു. നെക്സ്റ്റ് വൺ, വോ വോൺസ് ടു, നീ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ വോ എന്ന് പറയുന്നതാണ് എവിടെ എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം. ഇനിയിപ്പോ നമുക്കൊരു സ്ഥലം അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് വോ വോ എന്ന് ചോദിച്ചാൽ തന്നെ എന്താണ്, അറ്റ്ലീസ്റ്റ് വോയിങ്ങിൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാനേജ് ചെയ്യാം അല്ലെ. ഇത് സ്ട്രക്ചറായിട്ട് പഠിച്ചാൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് വൺ, വൺ എന്നുള്ളതാണ്. വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ എന്ന് പറഞ്ഞാൽ വെൻ എന്നാണ് പറയാ. എങ്ങനെ പറഞ്ഞാൽ എപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് വൺ കൊമൻസി, താങ്കൾ എപ്പോഴാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഒരു കൂട്ടുകാരെയോ ജർമ്മൻ കൂട്ടുകാരനോട് ചോദിക്കണം, എപ്പോഴാണ് കോളേജിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ വർക്കിന് വരണേ, എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വൺ കൊമൻസി, എപ്പോഴാണ് വരുന്നത്, താങ്കൾ എപ്പോഴാണ് വരുന്നത്. ഇനിയിപ്പോ കുറച്ചും കൂടി നമ്മൾ മിങ്കിൾ ചെയ്ത് കൂട്ടുകാരായെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് നീ ആയിരിക്കും. അപ്പൊ എങ്ങനെ പറയും? വൺ കോംസ് ടു. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് വൺ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരിക. ദ നെക്സ്റ്റ് വൺ, വറും. ഓക്കെ, വറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എന്നാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്തുകൊണ്ട് എന്ന് പറയുന്ന ചോദ്യമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും. എന്താണ് ചോദ്യം? വറും ലേണൻ സി ഡോയ്ഷ്, എന്തുകൊണ്ട്, താങ്കൾ എന്തുകൊണ്ട് ജർമ്മൻ പഠിക്കുന്നു. അതായത് താങ്കൾ എന്തുകൊണ്ടാണ് ജർമ്മൻ പഠിക്കുന്നത്, എന്തിനാ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നത് എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം ഉണ്ടാവും. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തോളൂ. ക്ലിയർ? ഓക്കെ, ഇത് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് ചോദിക്കുന്നെങ്കിൽ വാറും ലേൺസ് ടു ടോയ്സ് എന്ന് പറയും. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത് വരാം, വി എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഹൗ.
എങ്ങനെ എന്ന് പറയുന്ന ചോദ്യത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പം പേരൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നമ്മളൊരു വിഷയം ചോദിക്കും, സുഖമാണോ എന്ന് ചോദിക്കും. താങ്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന രീതിയുണ്ട്. ഈ ഒരു ഫ്രേസിനെ സാധാരണ ജർമ്മൻ ഭാഷയിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വി ഗെയ്റ്റ് എസ് ഈനൻ, താങ്കൾക്ക് സുഖമാണോ. ഞാനിവിടെ താങ്കൾ എഴുതിയിട്ടുണ്ട്, സുഖമാണോ എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഒരു എക്സാക്ട് ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ഹൗ ഗോസ് ഇറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ശരിക്കും ഒരു ചോദ്യം, എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഭാഷയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താങ്കൾക്ക് സുഖമാണോ എന്നവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അത് ഇൻഫോർമൽ ആയിട്ട് ചോദിക്കുമ്പോൾ വി ഗെയ്റ്റ്സ് ദിയർ, എങ്ങനെ പോകുന്നു അല്ലെ, എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കില്ലേ, അങ്ങനെ ഒരു ഫ്രേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന WH ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വേവ് ഫ്രാഗനെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാലോ. ആദ്യത്തെ വേർ, ആരാണ്. സെക്കൻഡ് വൺ വസ്, എന്ത്. തേർഡ് വൺ വോ, എവിടെ. വൺ, എപ്പോഴാണ്. വരും, എന്തുകൊണ്ട്. വി, എങ്ങനെ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. ഇതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഇതാണ്, ഇതുപോലെ ചോദ്യങ്ങൾ പറഞ്ഞു പഠിക്കാൻ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഫ്രേസുകൾ പഠിക്കുക. ഇപ്പൊ ഈ കണ്ട ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ പറഞ്ഞു പഠിക്കുക. പറഞ്ഞു പഠിക്കാൻ നമുക്ക് പറ്റില്ല. ഉത്തരങ്ങൾ കിട്ടണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചലഞ്ച് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിൽ കമന്റ് ബോക്സിൽ എന്നോടൊരു ചോദ്യം ചോദിക്കാവോ. ഇതിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം. ക്ലിയർ. എനി ക്വസ്റ്റ്യൻസ്, അത് നല്ല സീരിയസ് ക്വസ്റ്റ്യൻ ആവാം, ഫണ്ണി ക്വസ്റ്റ്യൻ ആവാം, എനി ക്വസ്റ്റ്യൻസ് ജർമ്മനിൽ ചോദിക്കണം. ഓക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് പിന്നെയും കാണുന്നത് വരയ്ക്ക് ഔഫ് വിഡർസെയിൻ.